കൂട്ടായ മത്സരങ്ങളുടെ കാര്യവും. ഈ കൂട്ടായ മത്സരങ്ങൾ ഇതുപോലെ തന്നെ ഒത്തുപിടിച്ച് എല്ലാവരും അവരുടെ കഴിവിനൊത്ത് മാക്സിമം പെർഫോം ചെയ്യുമ്പോഴാണ് അത്തരമൊരു പൂർണ്ണതയിലേക്ക് ഇത്തരം മത്സരങ്ങൾ എത്തുകയുള്ളൂ. ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് മത്സരമായ സംഘഗാനം കേൾക്കാമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും സംഘഗാനം കേൾക്കണമെങ്കിൽ ആശ്രമം മൈതാനത്തേക്ക് സൈഫുദ്ദീനിലേക്ക് തന്നെ പോകണം. സൈഫു, സംഘഗാനത്തിനായി നമ്മുടെ ടീം തയ്യാറാണോ? സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തെ കാഴ്ചകൾ കൂടി പ്രേക്ഷകർക്ക് കാണാലോ. നല്ല ചൂടുണ്ട്, പക്ഷേ ഈ ചൂട് ഇന്ന് ഒരു തരത്തിലും ആളുകളെ ബാധിക്കുന്നില്ല എന്നുള്ളത് ആശ്രമ മൈതാനം ഈ സമയം തന്നെ, അതായത് ഇപ്പോൾ 11:45 കഴിഞ്ഞ് 12 മണിയോട് അടുക്കുന്നു. ഏകദേശമൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം എന്താക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് ഒരു ഘട്ടത്തിലും പറയാൻ കഴിയും. എന്തായാലും ഒരു ദേശഭക്തി ഗാന ടീം നമ്മോടൊപ്പം ഉണ്ട്. ഏത് സ്കൂളിൽ നിന്നാ? പെരളശ്ശേരി സ്കൂൾ. കഴിഞ്ഞോ മത്സരം? കഴിഞ്ഞോ? എങ്ങനെയായിരുന്നു മത്സരം? നല്ല ടൈറ്റ് ആയിരുന്നു. ഒരുപാട് ടീംസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടി ആ വേദിയിൽ നടത്തിയ പ്രകടനം ഒരല്പം നമ്മുടെ പ്രേക്ഷകർക്കായി. അപ്പോ അഭിനന്ദനം അർഹിക്കുന്നു, കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്നു. എല്ലാവിധ ആശംസകളും वन्दे मातरं वन्दे मातरं वन्दे मातरं वन्दे मातरं वन्दे मातरं वन्दे मातरं वन्दे मातरं। देश हमारा हमको प्यारा भारत वर्ष महान, हर बच्चा गा रहा है जय जननी हिंदुस्तान। देश हमारा हमको प्यारा भारत वर्ष महान, हर बच्चा गा रहा है जय जननी हिंदुस्तान। അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോ പിന്നെ റിസൾട്ട് വന്നില്ല? റിസൾട്ട് വെയിറ്റിംഗ് ആണല്ലേ? എ ഗ്രേഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. സന്തോഷത്തോടു കൂടി എ ഗ്രേഡ് കിട്ടി മടങ്ങാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ പോരാ മത്സരാർത്ഥി ഒരു മിടുക്കൻ കൂടി ഉണ്ട്. കമോൺ. എന്താ പേര്? എന്റെ പേര് മാധവ് മനോജ്. മാധവ് മനോജ്. എവിടെ ഏത് ഐറ്റത്തിലാണ് പങ്കെടുത്തത്? ഞാൻ പങ്കെടുക്കാൻ പോവുകയാണ് ലളിതഗാനം ഹയർ സെക്കൻഡറി വിഭാഗം. ലളിതഗാനം ഹയർ സെക്കൻഡറി വിഭാഗം മത്സരത്തിൽ പങ്കെടുക്കാൻ പോവാണ്. ഏത് സ്കൂളാണ്? ഞാൻ കൊടുവഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുവനന്തപുരം. ശരി. അപ്പം ആ ലളിതഗാനം സ്വാഭാവികമായും ടൈറ്റ് ഫൈറ്റ് ആണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട് അല്ലേ? പേടിയും പരിഭ്രമൊന്നും വേണ്ട, ഗംഭീരമായിട്ട് പ്രകടനം നടത്തുക. അപ്പൊ ഒരു കഷ്ടം നമുക്ക് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പഠിക്കും. മഴയായി പൊഴിയും മനസ്സിൻ്റെ താളം, നിളയായി ഒഴുകും കളഹംസങ്ങൾ, കുളിരല കൈകളിലേറി എത്തുമ്പോൾ പ്രണയവർണ്ണങ്ങൾ തൻ കളിവഞ്ചി, സ്വരസുധയായി തഴുകൂ എന്നെ മണിവീണയായി മാറ്റൂ. മഴയായി പൊഴിയും മനസ്സിൻ്റെ താളം, നിളയായി ഒഴുകും കളഹംസങ്ങൾ. അപ്പൊ ഇതേ പ്രകടനം ഇതിനേക്കാൾ നന്നായി വേദിയിൽ കാഴ്ചവെക്കുക. ഒരു എ ഗ്രേഡ് വരട്ടെ, സന്തോഷത്തോടെ മടങ്ങാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും.